Hello my dear students, welcome to NEET 2021 Chemistry discussion. മക്കളെ വളരെ സിമ്പിൾ ആയിട്ടുള്ള പേപ്പർ ആയിരുന്നു നീറ്റ് 2021. എഴുതിയവർക്ക് അറിയാലോ, നമ്മൾ സാധാരണ ക്ലാസ്സിൽ ഒരുപാട് പ്രാവശ്യം പറഞ്ഞ ക്വസ്റ്റ്യൻസ് നമ്മൾ കുട്ടികൾ ഒരിക്കലെങ്കിലും കാണാതിരുന്നിട്ടുണ്ടാവില്ല. ഈ ക്വസ്റ്റ്യൻസ് എക്സാമിലൂടെയും ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടും പലപ്പോഴായിട്ട് നമ്മൾ കണ്ട് പരിചയിച്ച ക്വസ്റ്റ്യനാണ് കെമിസ്ട്രിയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. നമ്മുടെ കോച്ചിങ് കിട്ടിയ കുട്ടികളൊക്കെ തന്നെ മുഴുവൻ ക്വസ്റ്റ്യനും ശരിയാക്കിയിട്ടുണ്ടാകണം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം അത്രയും നമ്മൾ ക്ലാസ്സിൽ പറയാറുള്ള, നമ്മൾ വളരെ സിമ്പിളായിട്ട് ഡെയിലി നമ്മുടെ മോർണിംഗ് എക്സാമുകളിലൊക്കെ വന്നിരുന്ന ക്വസ്റ്റ്യൻസാണ് ഇതിൽ വന്നിട്ടുണ്ടായിരുന്നത്. എളുപ്പമായിരുന്നില്ലേ? ഇനി ഞാൻ വരുന്ന കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ട് ഈ ക്വസ്റ്റ്യൻ ഒന്ന് ഓവർവ്യൂ ചെയ്യാൻ പോവാണ്. ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് ഓപ്ഷൻ ഫോർ ദ നമ്പർ ഓഫ് ടെട്രാഹെഡ്രൽ ആൻഡ് ഒക്ടാഹെഡ്രൽ വോയിഡ്സ് ഇൻ എക്സഗണൽ പ്രിമിറ്റീവ് യൂണിറ്റ് സെൽ ആർ. എക്സഗണൽ പ്രിമിറ്റീവ് യൂണിറ്റ് സെല്ലിൽ ഉള്ള കണക്കാണ് ചോദിച്ചിട്ടുള്ളത്. നോക്കിക്കോ, ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്പർ ഓഫ് ആറ്റംസ് പെർ എക്സഗണൽ പ്രിമിറ്റീവ് യൂണിറ്റ് സെൽ എന്ന് പറയുന്നത് 6 ആണ്. അങ്ങനെയാണെങ്കിൽ ഇഫ് ദർ ആർ n സ്ഫിയേഴ്സ് ദർ വിൽ ബി 2n ടെട്രാഹെഡ്രൽ വോയിഡ് ആൻഡ് n ഒക്ടാഹെഡ്രൽ വോയിഡ് എന്നല്ലേ നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ 6 ആണ് നമ്പർ ഓഫ് സ്ഫിയേഴ്സ് എങ്കിൽ ടെട്രാഹെഡ്രൽ വോയിഡ് വിൽ ബി 2 into 6, that is 12, and here that will be 6n. So 12 tetrahedral voidum 6 octahedral voidum undagum. Therefore 4 is the right answer. Simple question. Next question, zirconium and hafnium have similar atomic and ionic radii because of. ഇത് +2 പഠിച്ച ഏത് കുട്ടിക്കും അറിയുന്നുണ്ടാവും. കാരണം ഡി ബ്ലോക്ക് എലമെൻറ്റ്സ് എന്ന ചാപ്റ്ററിൽ ഏറ്റവും കൂടുതൽ ബോർഡ് എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യനാണ് ഈ ലാന്തനയുടെ കോൺട്രാക്ഷൻ. അപ്പോൾ അതുകൊണ്ട് ഇത് ഞാൻ വിശദീകരിച്ചാൽ അത് അധികപ്പറ്റായി പോകും. മൂവിങ് ഓൺ. ഫോർ എ റിയാക്ഷൻ എ ഗീവ്സ് ബി, ദ എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ ഈസ് ഗിവൺ ആസ് -4.2 and enthalpy of activation is 9 kilojoule per mole. The correct potential energy profile for the reaction is shown. Again, simple question. It has been given that the enthalpy is negative. That means the reaction is exothermic. നെഗറ്റീവ് എൻതാൽപ്പി എന്ന് പറഞ്ഞാൽ റിയാക്ഷൻ എക്സോതെർമിക് ആണ്. റിയാക്ഷൻ എക്സോതെർമിക് ആകുമ്പോൾ നമുക്കുള്ള ഗ്രാഫിൻ്റെ റിയാക്റ്റൻറ്റിനേക്കാളും എനർജി കുറവായിരിക്കണം പ്രോഡക്റ്റിന്. സി ഹിയർ, റിയാക്റ്റൻറ്റിനേക്കാൾ എനർജി കൂടുതലാണ് പ്രോഡക്റ്റിന്. സോ ഇറ്റ് കാനോട്ട് ബി ദ റൈറ്റ് ആൻസർ. ബട്ട് ഇറ്റ് ഈസ് ക്ലിയർ ഹിയർ, റിയാക്റ്റൻറ്റിനേക്കാൾ എനർജി കുറവാണ് പ്രോഡക്റ്റിന്. ഇതാണ് ആ എനർജി ഡിഫറൻസ്, -4 കിലോജൂൾ, 4.2 കിലോജൂൾ. എന്നാൽ അതിനേക്കാളും വലിയൊരു വാല്യൂ ആണ് ആക്ടിവേഷൻ എനർജി, അത് 9 കിലോജൂളാണ്. 9 കിലോജൂളാണ്. സോ സെക്കൻഡ് വൺ ഈസ് ദ റൈറ്റ് ആൻസർ. ഇവിടെ നോക്കുകയാണെങ്കിൽ ഈക്വൽ ആണ്, അപ്പോൾ അത് എക്സോതെർമിക്കലല്ലോ. ഇവിടെ നോക്കുകയാണെങ്കിലും പ്രോഡക്റ്റിൻ്റെ എനർജി റിയാക്റ്റൻറ്റിനേക്കാൾ കൂടുതലാണ്. സോ അതും എൻഡോതെർമിക് ആയിട്ട് വരുള്ളൂ. സോ ബി ഓർ ദ സെക്കൻഡ് ഈസ് ദ റൈറ്റ് ഓപ്ഷൻ. Now, tritium, a radioactive isotope of hydrogen, emit which of the following particles? It's beta, very direct question, chapter hydrogen. The RBC deficiency is deficiency disease of which one? Vitamin B12 അല്ലേ? പെർനീഷ്യസ് അനീമിയ, അതേപോലെ RBC ഡെഫിഷ്യൻസി ഒക്കെ വൈറ്റമിൻ B12 ഡെഫിഷ്യൻസിയുമായി ബന്ധപ്പെട്ട ഡിസീസുകളാണ്. Now the molar conductance of NaCl, HCl and sodium acetate at infinite dilutions are given, and the molar conductance of weak electrolyte acetic acid at infinite dilution is again നമ്മുടെ സാധാരണ ബോർഡ് എക്സാമിന് കണ്ടുവരാറുള്ള കോറിലേഷ്യസ് ലോൻ്റെ അപ്ലിക്കേഷനാണ്. അസറ്റിക് ആസിഡിൻ്റെ ആണ് ചോദിച്ചിട്ടുള്ളത്. ഒരു വീക്ക് ഇലക്ട്രോലൈറ്റിൻ്റെ അസറ്റിക് ആസിഡായിട്ട് അയണൈസ് ചെയ്ത് കഴിഞ്ഞാൽ പുള്ളി കിട്ടുന്നത് എന്താ? CH3COO- H+ ആണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ലാംഡ കാണണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഇതിൻ്റെ ലാംഡകൾ ആഡ് ചെയ്താൽ പോരെ? ഓക്കെ, ഇങ്ങനെയാണല്ലോ നമ്മൾ ചെയ്യേണ്ടത്. ആക്ച്വലി നമ്മളിങ്ങനെ കോറിലേഷൻസിലോ വലിയ സംഭവമായിട്ട് അപ്ലൈ ചെയ്യാതെ നമുക്ക് ആ ഇക്വേഷൻ എഴുതിയിട്ട് അവിടെ നിന്ന് ചെയ്താൽ മതി. മീൻസ് നമുക്ക് എന്താ കിട്ടേണ്ടത്? ഈ ഒരു അയണൈസ്ഡ് ഫോം കിട്ടുന്ന രീതിയിലേക്ക് മറ്റാൾക്കാർ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റണം. വാട്ട് ആർ ദ വാല്യൂസ് ഗിവൺ? NaCl തന്നിട്ടുണ്ട്, ഫൈൻ. പിന്നെയോ HCl തന്നിട്ടുണ്ട്, ഓക്കെ. CH3COOH തന്നിട്ടുണ്ട്. ഇതൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന അയോണുകൾ നിങ്ങളുടെ മനസ്സിലുണ്ടാവണം കേട്ടോ. സ്പ്ലിറ്റ് ചെയ്താൽ കിട്ടുന്ന അയോണുകൾ Na+, ഞാൻ കളർ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യട്ടെ. ഇതാ, ഇത് Na+, Cl-, H+, Cl-, CH3COO-ഉം ഇത് CH3COO Na അല്ലേ? ഇവിടെ Na+, റൈറ്റ്. നോക്കൂ, ഞാൻ ഒരു കാര്യം ചെയ്യട്ടെ. ഇത് രണ്ടും ആഡ് ചെയ്തിട്ട് ഇത് സബ്സ്ട്രാക്ട് ചെയ്താലോ? ഇൻസ്റ്റെഡ് ഓഫ് ഹിയർ ഞാൻ സബ്സ്ട്രാക്ട് ചെയ്യാൻ പോവാണ്. സബ്സ്ട്രാക്ട് ചെയ്യുമ്പോൾ
ഈ Na പ്ലസും ഈ Na പ്ലസും ക്യാൻസലാകും. ഈ Cl മൈനസും Cl മൈനസും ക്യാൻസലാവും. പിന്നെ അവിടെ എന്താ ഉള്ളത് നോക്ക്, H പ്ലസും CH3CO മൈനസുമാണ്. ദാറ്റ്സ് ഓൾ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് NaClൻ്റെ വാല്യൂ, ഇതിപ്പോൾ ഇങ്ങനെ കൺഫ്യൂഷൻ ഉണ്ടാകുമ്പോൾ നേരെ അതിൻ്റെ താഴെ അതായത് റീഡിങ് എടുത്ത് ചെയ്താൽ ഇത് NaCl ആണ്, ഇത് HCl ആണ്, ഇതാണ് CH3CONA. നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ NaClൻ്റെ വാല്യൂ ആദ്യം എഴുതിക്കോ 126.45 മൈനസ് പിന്നെ ഉള്ളത് HClൻ്റെത് 426 ആണ് 0.16 പ്ലസ് 91.0 ഇതാണ് വാല്യൂ. അപ്പോൾ നോക്കിക്കോ 426 പ്ലസ് 91. ഞാനൊരു കാര്യം ചെയ്യട്ടെ, ആ 91 100 ആക്കുന്ന 9 അഡ്ജസ്റ്റ് ചെയ്തിട്ട്, അപ്പോൾ 100 പ്ലസ് 417 അല്ലേ, 100 പ്ലസ് 517 ആണ്. ഇത് 517 ആൻസർ വരും. 517ൽ നിന്നും 126 കുറയ്ക്കുക, അപ്പോൾ 490 റേഞ്ചിലാണല്ലോ ആൻസർ വരേണ്ടത്, സോറി 390 റേഞ്ചിൽ. സോ ദിസ് വിൽ ബി ദ ആൻസർ, റൈറ്റ്. നോക്കൂ 517 റേഞ്ച്, 517 മൈനസ് 126 അറൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ 111 to 9 4 391 റേഞ്ചിൽ ആൻസർ വരും റഫായിട്ട് ചെയ്താൽ. സോ സെക്കൻഡ് വൺ ഇസ് റൈറ്റ് ആൻസർ. ഓക്കെ, ഡയറക്റ്റ് ആണ്, വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ. ഓർഗാനിക്കിൽ നിന്നും നമുക്ക് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ് വന്നിട്ടുള്ളത്. 2,6-dimethyl ചെറിയ പ്രിൻറ്റിങ് എറർ, ടൈപ്പിംഗ് എറർ ഉണ്ട്. ഫോർ ഡെക്ക് ഫോർ ഇൻ ആണ്. 2,6-dimethyl ഡെക്ക് ഫോർ ഇൻ ഈസ്, സി 2,6 ആണ്, ഡെക്ക് ഫോർ ഇൻ ആണ്. ഡെക്ക് 4 എന്ന് പറയുമ്പോൾ ഒരിക്കലും ഇത് വരില്ല, കാരണം ഇതിൻ്റെ പൊസിഷൻ 2 വരും വേണം, 2ൽ ബ്രാഞ്ചും 4ൽ ഡബിൾ ബോണ്ടും വരണം. ഇത് നോക്ക് 1 2 3 4ൽ ഡബിൾ ബോണ്ട് ഉണ്ട്, 2ൽ ബ്രാഞ്ച് ഉണ്ട്. 2 6 1 2 1 2 3 4 5 6 ഇതിന് ചാൻസ് ഉണ്ടല്ലോ. 1 2 3 4 5 6 1 2 3 ഇത് 3ലാണ് ഡബിൾ ബോണ്ട്. 1 2 3 മക്കളെ നോക്കൂ 1 2 3 4ൽ ഡബിൾ ബോണ്ട് ഉണ്ട്, 2ലും 6ലും ബ്രാഞ്ച് ഉണ്ട്. സോ ഇതാണ് ആൻസർ. കൂടുതൽ ഞാൻ വിശദീകരിക്കേണ്ട ഡയറക്റ്റ് ആണ്. ഇതാണെങ്കിൽ എന്താ പേര് 1 2 3 4 5 6 ഇത് 2,6-dimethyl ഡെക്ക് 3 ഈനാണ് വരിക. ഇത് 1 2 3 ഇങ്ങോട്ടാണ് വേണ്ടത്. 1 2 3 4 5 6 7 8 9 ഇത് 6-9-dimethyl ഡെക്ക് 3 ഈനാണ്. ഇത് 1 2 3 4 5 1 2 3 4 5 അപ്പോൾ ഇങ്ങനെ തന്നെ മതി. 1 2 3 4 5 ഇപ്പോൾ ഇവിടെ എണ്ണുമ്പോഴേ നമുക്ക് 1 2 3 4 5 6 2,6-dimethyl ഡെക്ക് 1 2 3 4 5 5 ഈനാണ് അവിടെ വരുന്നത്. ഓക്കെ, സോ എല്ലാത്തിൻ്റെ പേര് ഞാൻ ഇപ്പോൾ ജസ്റ്റ് പറഞ്ഞു, അതിൻ്റെ ഒന്നും ആവശ്യമില്ല, വളരെ ഡയറക്റ്റ് ആണ്. ഫസ്റ്റ് വൺ ആണ് റൈറ്റ് ഓപ്ഷൻ. ദ മാക്സിമം ടെമ്പറേച്ചർ ദാറ്റ് ക്യാൻ ബി അച്ചീവ്ഡ് ഇൻ ബ്ലാസ്റ്റ് ഫേർണസസ്. ബ്ലാസ്റ്റ് ഫേർണസിൽ ലോവസ്റ്റ് ടെമ്പറേച്ചർ നമുക്കറിയാം 2200 കെൽവിനാണ്, 2200 കെൽവിനാണ് അല്ലേ. അവിടെ എന്താ സംഭവിക്കുന്നത്, കമ്പഷൻ സോൺ, ദെൻ അതിൻ്റെ നേരെ മേലെ മിഡിൽ സോൺ ദാറ്റ് ഈസ് സ്ലാഗ് ഫോർമേഷൻ സോൺ, ദെൻ അപ്പർ പാർട്ടിലാണ് മെയിനായിട്ട് റിഡക്ഷൻ നടക്കുക. അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. സോ ഐ എം മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Identify the compound that will react with the Hinsberg reagent to give a solid which dissolves in alkali. Hinsberg reagent is benzene sulfonyl chloride, abbreviated as BESC. With this reagent, primary gives a product which is soluble in alkali. Secondary gives a product which is insoluble in alkali. Tertiary will not give any product. അതാണല്ലോ കണ്ടീഷൻ. ഞാൻ ആ റിയാക്ഷനോട് തന്നെ ഒന്ന് പോട്ടെ. See, primary generally represented as RNH2, which on reaction with benzene sulfonyl chloride, I can write it as like this. Benzene can be represented by 5. So on this reaction, this HCl will be removed and we get an addition product that is this one. This is an acid because of the presence of hydrogen on this nitrogen which is attached to an electron withdrawing SO2 group. That means this hydrogen can behave as acid. അപ്പോൾ ഇതിലേക്ക് നമ്മളൊരു ആൽക്കലി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ആൽക്കലി, ഫോർ എക്സാമ്പിൾ NaOH എന്നിരിക്കട്ടെ, OH മൈനസ് ഇട്ടു, ആ OH മൈനസും ഈ എച്ചും കൂടെ ചേർന്നിട്ട് H2 ഉണ്ടാവുകയും ബാക്കി പാർട്ട് സോൾട്ടായിട്ട് ആ വെള്ളത്തിൽ ഡിസോൾവ് ചെയ്ത് കിടക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് സൊലുബിൾ ഇൻ ആൽക്കലി എന്ന് പറയുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക, പ്രൈമറി ആണ് ഇത്തരം പ്രോഡക്റ്റ് തരിക. സെക്കൻഡറി ആണെങ്കിൽ ഗിവ്സ് എ സോളിഡ് ബട്ട് ഇൻസോലുബിൾ ഇൻ ആൽക്കലി എന്ന് പറയുള്ളൂ. ബിക്കോസ് ഇൻസ്റ്റെഡ് ഓഫ് ദിസ് ഹൈഡ്രജൻ സെക്കൻഡറി ആകുമ്പോൾ ഇവിടെ 6 ആയിരിക്കും ഉണ്ടാവുക, അപ്പോൾ ഇവിടെ 6 ആയിരിക്കും ഉണ്ടാവുക. സോ അസിഡിക് ക്യാരക്ടർ കാണിക്കാൻ അവിടെ ഹൈഡ്രജൻ ഇല്ല, അതുകൊണ്ട് ഇൻസോലുബിൾ ഇൻ ആൽക്കലിയാണ് വരിക. ഇൻസ്റ്റെഡ് ഓഫ് ദ സെക്കൻഡറി ആൻഡ് പ്രൈമറി ഇത് ടെർഷറി ആയിരുന്നെങ്കിൽ ഈവൻ ഇറ്റ് cannot react with this reagent, so no reaction at all. അപ്പോൾ അത് വളരെ സിമ്പിൾ ആയിട്ടുള്ള റിയാക്ഷൻ ആണ്. ആൻഡ് വൺ മോർ തിങ് ടു ആഡ്, ഇൻസ്ബർഗ് റിയേജൻറ്റ് ഈസ് നൗ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ബൈ ടൊളുവിൻ സൾഫണൈൽ ക്ലോറൈഡ് അല്ലെങ്കിൽ പാരാമീഥൈൽ ബെൻസീൻ സൾഫണൈൽ ക്ലോറൈഡ്. അതും കൂടി ടെക്സ്റ്റിൽ തന്നെ പറഞ്ഞൊരു പോയിന്റാണ്. Now moving on, the following solutions were prepared by dissolving 10 gram of glucose
in 250 ml, that is represented as P1. 10 gram of urea, again in the same solution, same amount of water, 10 gram of sucrose. And the right option for the decreasing order of osmotic pressure, pi equals CRT. As per this equation, concentration കൂടിയാൽ osmotic pressure കൂടും. Let us check the concentration, number of moles നോക്കിയാൽ മതിയല്ലോ. 10 gram glucose എന്ന് പറയുമ്പോൾ 10/180 ആണ്. As you know that എല്ലാം ഒരേപോലെ തന്നെ ഡിസൊല്യൂഷൻ ആണ്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് നമ്പർ ഓഫ് മോൾസ് കണ്ടാൽ മതി, ബാക്കിയൊക്കെ ഒരേപോലെ തന്നെയാണല്ലോ വരുന്നത്. സോ 10/80, 10 ആണ്. രണ്ടാമത്തത് ആരാണ്? യൂറിയാണ്. യൂറിയൻ്റെ മോളാർ മാസ് 60 അല്ലേ? N2H4C അല്ല, എന്താണ് N2H4CO? ഇത് 28 + 4 + 12 + 16. ഇത് എത്രയാ? 28 ഇതിപ്പോൾ 28 + 4, that is 6. 28ഉം ഇതും കുറച്ച് ചേർത്ത് എത്രയും മക്കളെ? 30 + 10 40, 40 + 4 44 + 6 50 ഓക്കെ റൈറ്റ് 60. ഇത് നിങ്ങൾ കാണാൻ പഠിക്കേണ്ടതാണ്, കാരണം യൂറിയ അത്രയും നമുക്ക് റെഗുലറായിട്ട് വരുന്നതാണ്. ഞാൻ നിങ്ങൾക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് കാണിച്ചു എന്നേ ഉള്ളൂ. ദെൻ 10 ഇവിടെ ആരാണ്? സുക്രോസ് ആണ്. സുക്രോസ് വീണ്ടും 342 റേഞ്ചിൽ വരുന്നു. അപ്പോൾ ഇതിൽ മൊളാരിറ്റി കൂടുതൽ ഇയാൾക്കായിരിക്കും, കാരണം ഇതല്ലേ ചെറുത്. ദെൻ സോ ദിസ് ഇസ് റെപ്രസെൻറ്റഡ് ആസ് P1, ദിസ് ഇസ് P2, ദിസ് ഇസ് P3. ദെൻ ഐ ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് P2 ആയിരിക്കും കൂടുതൽ ഓസ്മോട്ടിക് പ്രഷർ, then P1, then P3. Select your answer, P2, P1, P3. The first one is given as the right option. Moving on. The major product of the following chemical reaction is, we have been given peroxide. HBr is adding in presence of peroxide. It follows anti-Markovnikov addition. That means simply add HBr in opposite to Markovnikov rule. That is, bromine goes to the hydrogen carbon containing more number of hydrogen atom. That is this. The first one is the right. It has been given first as the right option. Kanda H ingottu add ചെയ്തപ്പോൾ CH2 ആയി. കണ്ട let me copy it. CH3 CH3 CH double bond CH2. Add HBr to this. So H ingottum Br ingottum add ചെയ്യുന്നു. So the product will be CH3 CH3 CH2 CH2Br. കണ്ട ജസ്റ്റ് HBr അങ്ങോട്ട് ആഡ് ചെയ്തു. ആൻറ്റി മാർക്കോനിക്കോവ് റൂൾ അല്ലെങ്കിൽ പെറോക്സൈഡ് എഫക്റ്റ് അല്ലെങ്കിൽ കറാഷ് എഫക്റ്റ്. റിയാക്ഷൻ ഫോളോസ് ഫ്രീ റാഡിക്കൽ മെക്കാനിസം ആൻഡ് സോ ഓൺ. Given below are two statements. Aspirin and paracetamol belongs to the class of narcotic analgesic. തെറ്റാണ്. നോൺ നാർക്കോട്ടിക് അനാൾജസിക് ആണത്. സോ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. മോർഫിൻ ആൻഡ് ഹെറോയിൻ ആർ നോൺ നാർക്കോട്ടിക്. തിരിച്ചാണ് വരേണ്ടത്. അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. ഇൻ ദ ലൈറ്റ് ഓഫ് ദ എബോവ് സ്റ്റേറ്റ്മെൻറ്റ് ചൂസ് എ കറക്റ്റ് ആൻസർ ഫ്രം ദ ഗിവൻ ഓപ്ഷൻസ് അല്ലേ. Both statements are true, never. Both statements are false. Both statement 1 and statement are false. Correct answer. The correct sequence of bond enthalpies of CX bond is, നമുക്കറിയാം ആറ്റത്തിന് വലിപ്പം കുറയുമ്പോൾ ബോണ്ട് ലെങ്ത് കുറയും, ബോണ്ട് സ്ട്രെങ്ത് കൂടും, ബോണ്ട് എൻതാൽപ്പി കൂടും. സോ CF ആയിരിക്കും ഏറ്റവും ബോണ്ട് എനർജി കൂടുക. CF then ClBr, ഫ്ലൂറിൻ ക്ലോറിൻ ബ്രോമിൻ അയോഡിൻ. കറക്റ്റാണ്. സെക്കൻഡ് വൺ ഈസ് ദ റൈറ്റ് ഓപ്ഷൻ. മക്കളെ ഇതിലൊരു കാര്യമുള്ളത്, ഞാനിപ്പോൾ ചെയ്യുന്ന വേർഷൻ I think P3 ആണെന്ന് തോന്നുന്നു. വേർഷൻ ഏതായാലും കുഴപ്പമില്ല, ക്വസ്റ്റ്യൻ നോക്കുക. പിന്നെ വേർഷൻ മാറുമ്പോൾ ഓപ്ഷൻ്റെ ഷഫിൾ ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ നിങ്ങൾ ഇതിൽ രണ്ടാണെന്നുള്ളതല്ല മനസ്സിലാക്കേണ്ടത്, എന്തിൻ്റെ കോൺസെപ്റ്റ് മനസ്സിലാക്കണം. വേറെ ക്വസ്റ്റ്യനിൽ ഓപ്ഷനിൽ ഇത് BO CO D എന്തെങ്കിലും ആയിട്ട് വന്നിട്ടുണ്ടാവും. സോ ക്വസ്റ്റ്യനും ആൻസറും ശരിക്കും നോക്കണം കേട്ടോ. BF3 is a planar molecule, അറിയാലോ. And electron deficient, ഓക്കെയാണ്. Hybridization and number of electron around the central atom. What a simple, pretty simple question. BF3, as you know, sp2 hybridized having planar geometry. ഞാൻ അതിൻ്റെ ഹൈബ്രിഡൈസേഷൻ കാണാൻ ഇക്വേഷൻ ഒന്നും ചെയ്യേണ്ട, കാരണം വളരെ ബേസിക് ആയിട്ട് എക്സാമ്പിൾ പറയുന്ന സാധനമാണിത്. sp2 with 6 electron. It is an electron deficient compound. Boron is surrounded by 6 electron. കണ്ടാ ഇവിടെ 2 മൊത്തം 6 ഇലക്ട്രോൺ ആണുള്ളത്. Therefore answer is third one. Which one of the following the correct option for right relationship between Cp and Cv? Mayer's formula alle. Cp minus Cv equals R. Again a simple example. Cp plus Cv alla, Cp minus Cv equals R. No explanation is required actually. Among the 66th question, that is among the following alkaline earth metal halides, one which is covalent and soluble in organic solvent is. Actually alkaline earth എന്ന് പറയുമ്പോൾ beryllium is not treated as actually alkaline earth metals. എന്നാലും സെക്കൻഡ് ഗ്രൂപ്പിൽ നമ്മൾ പറയുന്നതുകൊണ്ട് നമുക്ക് അങ്ങനെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ I can write beryllium chloride as the right answer. Okay.
Now the next one, an organic compound contains 78% by weight carbon and the remaining percentage of hydrogen. The right option for the empirical formula of this compound is. മക്കളെ ഈ ക്വസ്റ്റൻ നമ്മൾ ഒരുപാട് എക്സാമുകളിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ടായിരുന്നു. വളരെ കോമൺ ആയിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ്. പല രീതിയിൽ ഇത്തരം ക്വസ്റ്റൻസ് നമ്മൾ ക്ലാസ്സിൽ ചെയ്തതാണ്. നിങ്ങളെല്ലാവരും ഇതിൻ്റെ ആൻസർ ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. പക്ഷേ ഇതിൻ്റെ ആൻസർ നോട്ട് ആൻ അക്യുറേറ്റ് വാല്യൂ. ഇവർ ഒന്നുകിൽ ഇതൊരു 80 കൊടുക്കണമായിരുന്നു, അല്ലെങ്കിൽ ഒരു 75 കൊടുക്കണമായിരുന്നു. എനിവേ നമുക്ക് അതിൻ്റെ റഫ് കാൽക്കുലേഷനിൽ എങ്ങോട്ട് എത്താൻ നോക്കുക. 78 എന്നുള്ളത് കാർബണിൻ്റെ വെയിറ്റ് ആണ്. സോ 78/12 ചെയ്ത് കഴിഞ്ഞാൽ റിലേറ്റീവ് നമ്പർ ഓഫ് മോൾസ് ഓഫ് കാർബൺ കിട്ടും. സിമിലർലി ഹൈഡ്രജൻ്റെ ചെയ്യുകയാണെങ്കിൽ ഹൈഡ്രജൻ ഹാസ് ഗിവൺ ദ റിമൈനിങ് പാർട്ട് ആസ് ഹൈഡ്രജൻ. 78 കുറച്ച് കഴിഞ്ഞാൽ ബാക്കി 22 അല്ല ഉണ്ടാവുക, 22 ഡിവൈഡഡ് ബൈ 1. സോ ആക്ച്വലി ദിസ് വിൽ ബി അറൗണ്ട് ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുക 3 something ആയിരിക്കും. സോ ദ ആൻസർ വിൽ ബി ദിസ് വൺ. മക്കളെ ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഇത് എത്ര കിട്ടുക? ഇത് 6.5 അല്ലേ കിട്ടുക? ഇത് 6.5 ആണ്, ഇത് 22 ആണ്. അപ്പോൾ നിങ്ങൾ 6.5 ഡിവൈഡ് ബൈ 6.5 സിംപ്ലസ്റ്റ് റേഷ്യോ കാണാൻ 6.5 ഡിവൈഡ് ബൈ 6.5 ചെയ്യണം, ഇവിടെയും ചെയ്യണം. അപ്പോൾ ഇത് 1 കിട്ടി, ഇതൊരു 3.3 ലെവലിലാണ് കിട്ടുക. അപ്പോൾ നമുക്ക് റൗണ്ട് ഓഫ് ചെയ്തിട്ട് 4 ആക്കാൻ പറ്റില്ല, 3ലേക്ക് തന്നെ റൗണ്ട് ചെയ്യാം. സോ ഇറ്റ് വിൽ ബി ആൻസർ ക്ലോസ് ടു CH3. ഓക്കെ, ഇനി തിരിച്ച് നിങ്ങൾക്ക് ചെയ്യാം. ഇതിലിപ്പോൾ CH ഒന്നും ആവില്ല. നിങ്ങൾക്ക് സംശയമുള്ളത് ഇപ്പോൾ CH4 സംശയം ഉണ്ടെങ്കിൽ ചെയ്ത് നോക്കാം. കാർബൺ CH4 എത്ര പെർസെൻറ്റേജ് നോക്ക്? 12/16 × 100. ഇത് എത്ര കിട്ടുക? ഇത് 75 അല്ലേ കിട്ടുക? അല്ലേ, 120 അല്ലേ മക്കളെ? ആണ്. അപ്പോൾ അങ്ങനെയാണ്. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം 80 കിട്ടും. അപ്പോൾ ക്ലോസ് ടു 78 ആയിട്ട് വന്നിട്ടുള്ളത്. ഇത് എക്സാക്റ്റ് ഒരു കറക്റ്റ് വാല്യൂ അല്ല തന്നത്, കുറച്ച് നമ്മൾ അപ്രോക്സിമേറ്റ് ചെയ്യേണ്ട വാല്യൂ ആണ്. എനിവേ CH3 തന്നെയാണ് ആൻസർ വരിക. ഓക്കെ, മൂവിങ് ഓൺ. ദ മേജർ പ്രോഡക്റ്റ് ഫോംഡ് ഇൻ ഡീഹൈഡ്രോഹാലജനേഷൻ റിയാക്ഷൻ ഓഫ് 2-bromopentane ഈസ്. 2-bromopentane എന്ന് പറയുന്നത് ഇതാണല്ലോ മക്കളെ. അതിലേക്ക് നമ്മൾ ഡീഹൈഡ്രോഹാലജനേഷൻ നടത്തി കഴിഞ്ഞാൽ അക്കോർഡിംഗ് ടു സെയ്ഡ്സഫ് റൂൾ വി ഗെറ്റ് ഹൈലി സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആൽക്കീൻ. ദിസ് പ്രോഡക്റ്റ് ഫോർമേഷൻ ഇസ് ബേസ്ഡ് ഓൺ വിച്ച് റൂൾ? മൂവിങ് ഓൺ. What is the product IUPAC name of the organic compound formed in the following chemical reaction? Yeah, we have an acetone. Okay, what is the formula of acetone? CH3 CO CH3. Okay, to this Grignard reagent is adding, that is C2H5MgBr. C2H5MgBr is adding, which one followed by hydrolysis. അപ്പോൾ സിമ്പിളി നിങ്ങൾ എന്ത് ചെയ്താൽ മതി അറിയോ? ഈ കാർബണിനെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, ഇത് ഇങ്ങോട്ട് ആഡ് ചെയ്യുന്നു, എന്നിട്ട് ഈ ഓക്സിജനെ OH മാറ്റുക. കാർബണിലെ ഓക്സിജനെ OH ആക്കുക, കാർബണിലേക്ക് ഗ്രിഗ്നാർഡ് റിയേജൻ്റെ പാർട്ട് കൊടുത്ത് ആഡ് ചെയ്യുക. അതാണ്. അപ്പോൾ ഞാൻ അഡീഷൻ പ്രോഡക്റ്റ് കാണിക്കേണ്ടതുണ്ടോ? ഇരുന്നോട്ടെ, ഇനിയിപ്പോൾ പിന്നീട് നോക്കുമ്പോഴൊക്കെ ഒരു എക്സ്പ്ലനേഷൻ നല്ലതാണ്. CH3C ഇവിടത്തേക്ക് C2H5 വരുന്നു, ഈ CH3 അവിടെ ബ്രാഞ്ചായി നിൽക്കുന്നു, ഇത് OMgBr ആയിട്ട് മാറുന്നു. ലേറ്റർ ഓൺ ബൈ ദ അഡീഷൻ ഓഫ് വാട്ടർ H ഇങ്ങോട്ടും OH ഇങ്ങോട്ട് ആഡ് ചെയ്താൽ അത് OHMgBr ആയി പോകുമ്പോൾ വി ഗെറ്റ് ബാക്ക് ദ പ്രോഡക്റ്റ് ആസ് CH3. ഇങ്ങനത്തെ പ്രോഡക്റ്റ് കിട്ടും. ഡിഡ് യു ഗെറ്റ് ഇറ്റ്? എല്ലാവരും ചെയ്തിട്ടുണ്ടായിരുന്നു മക്കളെ. അപ്പോൾ ഇതെങ്ങനെയാണ് ആക്ച്വലി C2H5C നമ്പറിങ് കൊടുക്കുകയാണെങ്കിൽ 1 2 3 4 അല്ലേ, മൊത്തം 4 കാർബൺ ഉണ്ട്. പക്ഷേ ബ്രാഞ്ച് ഇവിടുന്ന് അങ്ങോട്ട് ഇടുമ്പോഴായതുകൊണ്ട് തിരിച്ചെണ്ണാം. സോ 1 2 3 4 2-methyl butane 2-ol. Yeah, what is the answer? 2-methyl propane alla, propane 2-methyl butane 2-ol. Fourth one is the right option. Now 70th question. Noble gases are named because of their inertness towards reactivity. Identify an incorrect statement of them. Noble gases are sparingly soluble in water. ശരിയാണല്ലോ. Noble gases have very high melting point. Never. Noble gases are gases. Then how do they have high melting and boiling point? They are gaseous state ൽ നിൽക്കുന്ന ആൾക്കാരാണ്. Therefore, this is the right option. Okay. ബാക്കി dispersion force weak ആണ്. Noble gas large positive value of electron gain enthalpy and as they have octet completed configuration and etc. So, second one is the right option. Moving on, the pKb of dimethylamine and pKa of acetic acid are 3.27. ഇതാണ് pKb, ഇതാണ് pKa. എപ്പോഴും ഇങ്ങനെ ആ റീഡിങ്ങിന് ജസ്റ്റ് മേലെ താഴെയായിട്ട് എന്താണ് മെൻഷൻ ചെയ്തതെന്ന് കാണിക്കുകയാണെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാവില്ല. The correct option of pH of dimethyl ammonium acetate. ഇതൊരു വീക്ക് ആസിഡ് വീക്ക് ബേസിൻ്റെതാകുമ്പോൾ pH കാണാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു മക്കളെ? 7 + ½ × pKa - pKb അല്ലേ? ആണല്ലോ. Then 7 + ½ × what is pKa? 4.77 - what is 3.27? ഇത് എത്രയാണ്? 1.5 അല്ലേ അത് വരുന്നത്?
1.5 ആണ്. സോ 7 പ്ലസ് ഹാഫ് ഇൻറ്റു 1.5 ഇതിൻ്റെ ഹാഫ് എടുക്കണം 0.75. സോ 7 പ്ലസ് 0.75 ഏത് കണ്ണോട്ടെന്ന് പറയാൻ പറ്റൂലേ? അപ്പോൾ 7.75 ആണ് ആൻസർ എന്ന്. സോ തേർഡ് വൺ ഈസ് ദ റൈറ്റ് ഓപ്ഷൻ. വെരി പ്രിറ്റി സിമ്പിൾ ക്വസ്റ്റ്യൻ ആൻഡ് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. മൂവിങ് ഓൺ. The right option for the statement Tyndall effect is exhibited by sodium chloride solution. ഒരു പ്യൂർ ഹോമോജീനിയസ് സൊല്യൂഷൻ എങ്ങനെ Tyndall effect കാണിക്കും? സ്റ്റാർച്ച് സൊല്യൂഷൻ, ക്ലോയിഡൽ സൊല്യൂഷൻ ആണ് Tyndall effect കാണിക്കുക. അഗെയിൻ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു. മൂവിങ് ഓൺ ടു നെക്സ്റ്റ്. Statement 1. Acid strength increases in the order given as HF less than, HCl less than, HBr less than HI. കറക്റ്റ് ആണല്ലോ, സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് ആണ്. As the size of the element fluorine, chlorine, bromine, iodine increases down this group, the bond strength decreases and so the acid strength increases. ശരിയാണ്. ഡൗൺ ദ ഗ്രൂപ്പ് ബോണ്ട് സ്ട്രെങ്ത് കുറയും, അപ്പോൾ വേഗം H+ റിലീസ് ആവും. ശരിയാണ്. എഫിനെ സംബന്ധിച്ചിടത്തോളം ബീങ് സ്മോളർ ഇൻ സൈസ്, ദ ബോണ്ട് ലെങ്ത് ഉണ്ടല്ലോ, ബോണ്ട് ലെങ്ത് അത് കുറവാണ്, ബോണ്ട് ലെങ്ത് കുറവാണ്, അതുകൊണ്ട് ബോണ്ട് സ്ട്രെങ്ത് അല്ലെങ്കിൽ ബോണ്ട് എനർജി കൂടുതലാണ്. വൈൽ മൂവിങ് ഡൗൺ ദ ഗ്രൂപ്പ് HI ബീങ് ലാർജർ ഇൻ സൈസ്, ദ ബോണ്ട് ലെങ്ത് ഈസ് ഗ്രേറ്റർ, ദെർഫോർ ബോണ്ട് എനർജി ഈസ് ലെസർ. അതുകൊണ്ട് ഇത് വേഗം അയോണൈസ് ചെയ്തിട്ട് H++ I- ആകാൻ പറ്റും. ദാറ്റ് മീൻസ് ഈസിലി H+ വിടാൻ പറ്റും. ദിസ് H+ വിടാൻ പറ്റലാണ് അസിഡിറ്റി. ദെർഫോർ ദ സ്റ്റേറ്റ്മെൻറ്റ് 1 and 2 ആർ കറക്റ്റ്. Therefore, I can write both the statement 1 and 2 are correct. Now, ethylene diamine tetraacetate ion is very direct question. No structural return is needed. Very direct question. Exam ethylene diamine is an ethylene diamine tetraacetate tetrail രണ്ടും നാലും ethylene diamine രണ്ടും മൊത്തം hexadentate ആണത്. As it is given here 4 oxygen and 2 nitrogen donor atoms ആണ് ഉള്ളത്. Now choose the correct option for graphical representation of Boyle's law, which shows as graph of pressure versus volume. നമുക്കറിയാം PV equals nRT അല്ലെങ്കിൽ ഞാൻ ഇത് നോക്കിക്കോ മക്കളെ, PV equals a constant എന്ന് എഴുതി കൂടെ. I can write P equals a constant by V or Y equals K by X. ഇത് ഏതിൻ്റെ ഇക്വേഷനാണ് മക്കളെ? ഇതൊരു റെക്റ്റാങ്കുലർ ഹൈപ്പർബോളയുടെ ഇക്വേഷനാണ്. That means the graph should be like this. അപ്പോൾ അതുകൊണ്ട് ഇതും ഗ്രാഫ് ആവില്ല. So we can have 1 or 4. Either of this can be the answer. Now I am moving to the correct explanation. Listen here carefully. നല്ലോണം ശ്രദ്ധിച്ചോ മക്കളെ, നല്ലോണം ശ്രദ്ധിച്ചോളൂ, നോക്കിക്കോളൂ. ഞാൻ ആ ഗ്രാഫ് വരയ്ക്കുമ്പോഴേ ഐ എം ചെക്കിംഗ് വിത്ത് ദിസ് ഗ്രാഫ്. See, as you know that ഞാൻ പ്രഷർ കോൺസ്റ്റൻ്റ് ആക്കി വെക്കുമ്പോൾ വോളിയം ടെമ്പറേച്ചറും കൂടി വാരി ചെയ്യുന്ന രീതി കൂടി മനസ്സിലാക്കാം. PV equals nRT ആണെങ്കിൽ പ്രഷർ കോൺസ്റ്റൻ്റ് ആണെങ്കിൽ വോളിയം ടെമ്പറേച്ചറുള്ള ബന്ധം എന്താ? V equals nRT by V അല്ലേ? ഇത് ഞാൻ കോൺസ്റ്റൻ്റ് ആക്കി. നമ്പർ ഓഫ് മോൾസും ഇതൊക്കെ കോൺസ്റ്റൻ്റ് ആണെങ്കിൽ V ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ എന്ന് പറയാം. അഥവാ വോളിയം കൂടുമ്പോൾ ടെമ്പറേച്ചർ കൂടണം. ഇനി ഒരു കാര്യം ചെയ്യട്ടെ, പ്രഷർ കോൺസ്റ്റൻ്റ് ആക്കി വെച്ച് കഴിഞ്ഞാൽ ഇതൊരു വോളിയമാണ്, ഇതിന് ഞാൻ V1 എന്നെടുത്തു. ഇത് പ്രഷറിൻ്റെ മറ്റൊരു കണ്ടീഷനിൽ അത് V2 എന്നെടുത്തു. ഇത് മറ്റൊരു ടെമ്പറേച്ചറാണല്ലോ, അത് ഞാൻ V3 എന്നെടുത്തു. ഇനി നിങ്ങൾ പറയൂ, ടെമ്പറേച്ചർ കൂടുമ്പോഴാണ് വോളിയം കൂടുക. അപ്പോൾ ഇതാണ് ഹയസ്റ്റ് വോളിയം എങ്കിൽ ഇതാണ് ഹയസ്റ്റ് ടെമ്പറേച്ചർ, ഇതാണ് ഹയസ്റ്റ് വോളിയം എങ്കിൽ ഇതാണ് ഹയസ്റ്റ്. കാരണം നമുക്ക് ഇതല്ല ഹയസ്റ്റ് വോളിയം നിൽക്കുന്നത്. ഞാൻ വരച്ചത് കുറച്ചങ്ങോട്ട് മാറിയിട്ടുണ്ട്, നിങ്ങൾ മനസ്സിലാക്കിയാൽ ഇതാണ് ഇവിടെ, ഇതാണ് ഇവിടെ, ഇതാണ് ഇവിടെ. സോ V1 V2 V3 നോക്കും, V3 ആണ് ഹൈ എങ്കിൽ T3 ആയിരിക്കും ഹൈ. സോ ഈ ടെമ്പറേച്ചർ കൂടുതലായിരിക്കണം. അപ്പോൾ ഇത് 200 അല്ല വരേണ്ടത്, 600 വരേണ്ടത്. സോ ദിസ് ഇസ് ദ റൈറ്റ് ആൻസർ. അപ്പോൾ നോക്കൂ, ഹൈ ഞാൻ കോൺസ്റ്റൻറ്റ് പ്രഷർ കൺസിഡർ ചെയ്തു, ഒരു കോൺസ്റ്റൻറ്റ് പ്രഷർ കൺസിഡർ ചെയ്തു. ആ കോൺസ്റ്റൻറ്റ് പ്രഷറിൽ ഹൈ വോളിയം ഉണ്ടാവുക ഹൈ ടെമ്പറേച്ചറുള്ള ആളായിരിക്കും, ലോ വോളിയം ഉണ്ടാവുക ലോ ടെമ്പറേച്ചറുള്ള ആളായിരിക്കും. സോ ലോ ടെമ്പറേച്ചറുള്ള ആൾക്കാർക്കും ലോ വോളിയം ഉണ്ടാവുക അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ. ഞാൻ ഈ ഒരു പ്രഷർ കോൺസ്റ്റൻ്റ് ആക്കി വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് വെരി ക്ലിയർ ദാറ്റ് ഫോർത്ത് വൺ ഈസ് റൈറ്റ് ഓപ്ഷൻ. ഡിഡ് യു ഗെറ്റ് ഇറ്റ്? മൂവിങ് ഓൺ. The structure of the beryllium chloride in solid state and vapor phase are respectively. മക്കളെ ചെയിൻ ആൻഡ് ഡൈമർ ആണ് ഇത്. NCERT ഡയറക്റ്റ് പറഞ്ഞതല്ലേ, ചെയിൻ ആൻഡ് ഡൈമർ റെസ്പെക്റ്റീവ്ലി. സോളിഡ് സ്റ്റേറ്റിൽ ചെയിനും ഗ്യാഷ്യസ് സ്റ്റേറ്റിൽ അല്ലെങ്കിൽ വേപ്പർ സ്റ്റേറ്റിൽ ഡൈമറുമാണ്. Now which one of the following methods can be used to obtain highly pure metal which is liquid at room temperature? മക്കളെ റൂം ടെമ്പറേച്ചറിൽ ലിക്വിഡ് ആണെങ്കിൽ അതിന് ഇലക്ട്രോളിസിസും ക്രൊമാറ്റോഗ്രഫിയും നടത്തണ്ടല്ലോ, ഡിസ്റ്റിലേഷൻ ചെയ്താൽ പോരെ. ബോയിൽ ചെയ്യുക, ബോയിൽ ചെയ്തിട്ട് ബോയിലിംഗ് പോയിൻ്റ് ഡിഫറൻസ് ഉള്ള ഇമ്പ്യൂരിറ്റി താഴെ കിടക്കും, മറ്റാൾ പുറത്തേക്ക് പോരും. സോ ഇറ്റ് ക്യാൻ ബി ഈസിലി, എക്സാമ്പിൾ സിങ്ക്, ഇറ്റ് ക്യാൻ ബി ഈസിലി ഡിസ്റ്റിൽഡ് ഔട്ട് അല്ലേ. സിങ്ക് വെച്ച് സിങ്ക് കാഡ്മിയം മെർക്കുറി ഒക്കെ ഇങ്ങനെയാണ് വേർതിരിക്കുന്നത്. നൗ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ കോമ്പൗണ്ട് വിച്ച് ഷോസ് മെറ്റാമറിസം ഈസ്. മെറ്റാമറിസം കാണിക്കണമെങ്കിൽ എന്തായാലും
ഇത് പാരാണ് C5H12 C5H12 ആണ്. ഇത് alkane ആണ്, it cannot. C3H8O can be either, but the problem is 3 കാർബൺ ഉള്ളുവെങ്കിൽ മെറ്റാമർസം കാണിക്കാൻ കഴിയില്ലല്ലോ. ഇത് എങ്ങോട്ടാ മാറി വരിക? ഡബിൾ ഓക്സിജൻ്റെ 2 സൈഡിലുള്ള ഗ്രൂപ്പിന് റീഅറേഞ്ച് ചെയ്തിരിക്കാൻ പറ്റണം, മാറി മാറി കളിക്കാൻ പറ്റണം. C3H6O ഇത് ആൽഡിഹൈഡ് ആണ് ഓർ കീറ്റോൺ ആണ്, അതിന് പറ്റില്ല. C4H10O can be. How can? CH3 CH2O CH2 CH3 ഇത് ഈ ഫോർമുല ഫിറ്റ് ചെയ്യുന്ന ആളാണല്ലോ. It can be like this, CH3O CH3 CH3 കണ്ട ഇങ്ങനെ വരാം. These are metamers, so the compound which can show metamerism is 4th one. Now moving to the next question. The correct option for the number of body-centered unit cell in all 14 types of Bravais lattices. As you know that out of 7 unit cells, only few shows more than 2. That is, simple cubicle 3 എണ്ണം കാണിക്കുന്നുണ്ട്, പിന്നെ ആരാ ടെട്രാഗണൽ 2 എണ്ണം കാണിക്കുന്നുണ്ട്, ദെൻ മോണോക്ലിനിക് 2 എണ്ണം കാണിക്കുന്നുണ്ട്, ദെൻ ഓർത്തോറോംബിക് ആണ് 4 എണ്ണം കാണിക്കുന്നത്. ബാക്കിയുള്ള 3 ആൾക്കാരും ഓരോന്ന് വീതമാണ് കാണിക്കുന്നത്. 1 2 3 4 5 6 7 അല്ലേ? ഇത് സമയം നോക്കൂ. 3 2 5 2 7 4 7 4 11 12 14. ഇതാണ് കണക്ക്. അതിൽ സിമ്പിൾ ക്യൂബിക്കിൽ ബോഡി സെൻറ്റേഡ് ഉണ്ട്, ടെട്രാഗണലിൽ ബോഡി സെൻറ്റേഡ് ഉണ്ട്, ഓർത്തോറംബിക്കിൽ ബോഡി സെൻറ്റേഡ് ഉണ്ട്. ഈ 3 എണ്ണത്തിലാണ് ബോഡി സെൻറ്റേഡ് കാണുന്നത്. സോ 4th one is the right option. ഇതിപ്പോൾ നമുക്ക് കുറേയൊക്കെ അറിയാമെങ്കിലും തന്നെ ഒരു തെറ്റ് സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. നിങ്ങൾ ശരിയാക്കിയിട്ടുണ്ടോ? മൂവിങ് ഓൺ. വിച്ച് ഓഫ് ദ ഫോളോയിങ് പോളിമർ ഈസ് പ്രിപ്പയർഡ് ബൈ അഡീഷൻ പോളിമറൈസേഷൻ? ടെഫ്ലോൺ എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? ടെട്രാഫ്ലൂറോ ഈഥീൻ അല്ലേ? പോളി ടെട്രാഫ്ലൂറോ ഈഥീനാണ് ടെഫ്ലോൺ. അത് അഡീഷൻ പോളിമറാണ്. എന്നാൽ നൈലോൺ 6 നൈലോൺ എന്ന് പറഞ്ഞാൽ പോളി അമൈഡാണ്. അത് പോളി അമൈഡിൽ പെട്ടതാണ്. ദാറ്റ് ഈസ് കണ്ടൻസേഷൻ പോളിമറൈസേഷൻ വഴി ഉണ്ടാകുന്നതാണ്. നോവോലാക്കും അതേപോലെ തന്നെയാണ്. നോവോലാക്ക് എന്താ സാധനം? ഫിനോൾ ഫോർമാൽഡിഹൈഡിൻ്റെ ഇനീഷ്യൽ സ്റ്റേജിൽ ഫോം ചെയ്യുന്നതാണ് അല്ലേ? ദെൻ ഡാക്രോൺ ആണെങ്കിൽ ടെർലീൻ, അത് പോളിസ്റ്റർ ആണ്. അതും എന്താണ്? കണ്ടൻസേഷൻ പോളിമറാണ്. സോ ദ റൈറ്റ് ഓപ്ഷൻ ഈസ് ടെഫ്ലോൺ. A particular station of All India Radio New Delhi broadcast on a frequency of 1368 kHz. The wavelength of the electromagnetic radiation emitted by the transmitter is. Listen, my dear students, this question is also from NCK. This is from Section of Atom chapter, and this is a question from NCERT. NCERT ടെക്സ്റ്റിനകത്തുള്ള ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ ഇവിടെ ശരിക്കും അവരൊരു ചതി ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദ ആൻസർ ഗിവൺ ആർ വെരി ക്ലോസ്. അപ്പോൾ നിങ്ങൾ ഈ ഓപ്ഷൻ നോക്കിയിട്ട് കൃത്യമായിട്ട് ചെയ്യണം കേട്ടോ മക്കളെ. ഇത്തരം ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്യുന്ന സമയത്ത് പിന്നെ നെക്സ്റ്റ് നീറ്റ് അപ്പിയർ ചെയ്യാൻ പോകുന്ന മക്കളോട് പറയാനുള്ളതാണ്, ഓപ്ഷൻ നോക്കിയിട്ട് വേണം നിങ്ങൾ റൗണ്ടിങ് ഓഫ് ചെയ്യേണ്ടത്. ചില പ്രോബ്ലത്തിൽ നമുക്ക് 40 60 80 എന്നൊക്കെ കാണും. സോ യു നീഡ് നോട്ട് ടു സോൾവ് ദ കംപ്ലീറ്റ് വൺ. അപ്പോൾ റഫ് ചെയ്താൽ തന്നെ കിട്ടും. 40 റേഞ്ചിലുള്ളത് നോക്കിയാൽ മതി. ബട്ട് ഫോർ ദിസ് ക്വസ്റ്റ്യൻ യു ഹാവ് ടു കൺസിഡർ ദ ഫ്രാക്ഷൻസ് ആസ് വെൽ. വൈ? ബിറ്റ് ഇറ്റ് ഈസ് ഗിവൻ ആസ് 0.3 0.2 കണ്ട. അപ്പോൾ നമുക്കത് ആ രീതിയിൽ തന്നെ ചെയ്യണം. ദ വാല്യൂസ് ഗിവൺ ആക്ച്വലി വാട്ട് ഹാസ് ബീൻ ആസ്ക്ഡ്. The wavelength of the electromagnetic radiation, wavelength equal C by frequency എന്ന് എഴുതാം നമുക്ക് അല്ലേ? ന്യൂ ഈക്വൽ C by ലാംഡ ആണെങ്കിൽ ലാംഡ ഈക്വൽ C by frequency ന്യൂ എന്ന് എഴുതാം. ഓക്കെ ഫൈൻ. ദെൻ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് C? 3 × 10⁸ ഡിവൈഡഡ് ബൈ ന്യൂ എത്രയാണ്? ന്യൂ 1368 ആണ്. അതിന് കിലോ ഹെഡ്സ് ആയതുകൊണ്ട് 1368 × 10⁻³ എന്ന് എഴുതി. റൈറ്റ്? ഈ 10⁻³ മേലെ പോയി 10⁵ ആവും. സോ 3 by 1368 × 10⁵ എന്ന് എഴുതാം. ഇറ്റ് വിൽ ബി ക്ലോസ് ടു, ഇത് വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് വിൽ ബി ക്ലോസ് ടു 219.3 എന്ന ലെവലിലാണ് കിട്ടുക. അത് നിങ്ങൾ കറക്റ്റ് വർക്കൗട്ട് ചെയ്ത് നോക്കിയാൽ മതി. യു വിൽ ഗെറ്റ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, ഇത് നോക്കിയിട്ട് നിങ്ങൾ അതിനനുസരിച്ചാണ് കാൽക്കുലേഷനിൽ പോകേണ്ടതുണ്ട് കേട്ടോ. നൗ മൂവിങ് ഓൺ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് റിയാക്ഷൻ ഇസ് ദ മെറ്റൽ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ? ഇതൊക്കെ ചോദിക്കാൻ പാടുണ്ടോ? ഒരു മെറ്റൽ വന്നിട്ട് മറ്റൊരു മെറ്റലിനെ ഡിസ്പ്ലേസ് ചെയ്യുന്നത് നേരെ നോക്കിയാൽ കാണൂലേ? ഇവിടെ വല്ല ഡിസ്പ്ലേസ്മെൻറ്റ് നടന്നിട്ടുണ്ടോ? ഇല്ല. ഇവിടെ നോക്കി, ഇവിടെ നോൺ മെറ്റലിനെ മെറ്റലിൽ ഡിസ്പ്ലേസ് ചെയ്തു. ഓക്കെ, ഇവിടെ ആ മെറ്റൽ ഡിസ്പ്ലേസ് ചെയ്തിട്ടില്ലല്ലോ. ഇവിടെ കണ്ട ക്രോമിയത്തിന് അലൂമിനിയം വന്ന് ഡിസ്പ്ലേസ് ചെയ്തു. The incorrect statement among the following is actinoid contraction is greater for element to element than lanthanoid contraction. ശരിയാണല്ലോ. Most of the trivalent lanthanoid ions are colorless. No, colored in the solid state because of, എന്തുകൊണ്ടാണ് കളേർഡ് ആകുന്നത്? ബിക്കോസ് ഓഫ് ദേ ഹാവ് അൺപെയ്ഡ് ഇലക്ട്രോൺ. ലാന്തനൻ 3+ അയോൺ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും മോസ്റ്റ് ഓഫ് ദം ഹാവ് അൺപെയ്ഡ് ഇലക്ട്രോൺ. അൺപെയ്ഡ് ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ അവിടെ FF ട്രാൻസിഷൻ നടക്കുകയും കളർ കാണിക്കുകയും ചെയ്യും. സോ ദിസ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ആക്ച്വലി ഇൻകറക്റ്റ്.
Lanthanides are good conductors of heat and electricity. ശരിയാണ്. Actinoids are highly reactive metals, especially when finely divided. Perfectly right answer. Dihedral angle of least stable conformer of ethane. Least stable conformer എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാരാ? Least stable conformer എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എക്ലിപ്സ്ഡ് ആണ് അല്ലേ? എക്ലിപ്സിൻ്റെ പ്രത്യേകത എന്താണ് മക്കളെ? എക്ലിപ്സിൻ്റെ പ്രത്യേകത വൺ ബിഹൈൻഡ് ദ അതർ ആണ്. വൺ ബിഹൈൻഡ് ദ അതർ ആകുമ്പോൾ ആംഗിൾ എത്ര 0 ആയിരിക്കും. റൈറ്റ്. Now the 85th question. Match list 1 with list 2. PCl5 ആണ് ഫസ്റ്റ് കാണുന്നത്. വളരെ കോമൺ ക്വസ്റ്റ്യൻ ആണ്. ട്രൈഗണൽ ബൈപിരമിഡലാണ്. നിങ്ങൾ ഒന്ന് നോക്കിയിട്ട് പിന്നെ 4 നോക്കിയാൽ മതിയോ. 4 BF3 ആണ് ട്രൈഗണൽ പ്ലാനാർ. അപ്പോൾ നോക്ക് A4 D1 അല്ല D2 A4 D2 A4 D2 ഇതന്നെ ശരിയാണ്. A4 D1 കണ്ട A4 നോക്കണം എന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ ഇത് രണ്ടും തെറ്റാണെന്ന് മനസ്സിലായി. ഇനി A4ൽ D1ൽ രണ്ടുണ്ടെങ്കിൽ മാത്രം ബാക്കി ഓപ്ഷൻ നോക്കിയാൽ മതി. അപ്പോൾ A4 D1 എന്നുള്ളത് ഇത് മാത്രമേ D2 ആണ് വരേണ്ടത് അല്ലേ? D2 ഇത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ ബിയും സിയും അറിയാതെ തന്നെ എനിക്കത് ആൻസർ ചെയ്യാൻ പറ്റുന്ന അർത്ഥം. ഓക്കെ, ഇനി ബിയും സി നിങ്ങൾ നോക്കിയാൽ മതി. ദാറ്റ് വിൽ ബി ഓൾ റൈറ്റ്. നൗ sodium carboxylate ആണല്ലോ. We have been obtained as alkane, so it must be decarboxylation reaction. So this is the decarboxylating agent called soda lime. You all are very familiar with this reagent, soda lime. This is nothing but NaOH and CaO, calcium oxide ആണ്. So third one is the right option. Are you clear, my dear students? Now next, the intermediate compound X in the following chemical reaction. See, ഞാനിത് കൃത്യമായിട്ട് പറയാറുണ്ട്. CrO2 Cl2 എന്നുള്ളത് സൈഡിൽ ഷഫിൾ ചെയ്ത് എഴുതിയാൽ മതി എന്ന് കണ്ട. CrO2 Cl2 ഒരു ഹൈഡ്രജൻ അതിനുള്ളിൽ ചേർക്കും ചെയ്യാം. പക്ഷേ ഇവിടെ ഒരു കാര്യമുണ്ട്. ഇവിടെ ബാക്കിയുള്ള കൺഫ്യൂഷൻ ഒന്നും വല്ലാതെ ഇല്ല. ശരിക്കും ഈ H മാറ്റിയിട്ട് H ഇടാതെ Cl2 ഉള്ളത് ഒരു Cl ഇട്ടിട്ട് ഒരു O ഇട്ടിട്ടൊക്കെ കൺഫ്യൂഷൻ ആക്കായിരുന്നു. അപ്പോൾ Cr എന്നുള്ളത് കാണുന്ന ഒരു ഓപ്ഷനേ ഉള്ളൂ എന്നുള്ളത് കൊണ്ട് ഇതെല്ലാവരും ശരിയാക്കിയിട്ടുണ്ടാകും. ഇനി നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി റീ-റിപ്പീറ്റ് ചെയ്യുന്നവർ അല്ലെങ്കിൽ നമ്മുടെ ബാച്ചിൽ +2 ക്രാഷിലുണ്ടായിരുന്ന കുട്ടികൾ റിപ്പീറ്റ് ചെയ്യുമ്പോഴേക്ക് ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ക്വസ്റ്റ്യനാണ്. ഈ CrO2 Cl2 ഇതിനുള്ളിൽ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലുണ്ട്. ദാറ്റ്സ് ഓൾ. ഷഫിൾ ചെയ്ത് എഴുതിയതാണ് കണ്ട. CrO2 Cl2 അതിൻ്റെ ഉള്ളിലേക്ക് ഒരു H വന്നു. ഇവിടെ 2 Hൽ നിന്നും ഒരു H പുറത്തേക്ക് ഇട്ടിട്ട് ബാക്കി 2 H ഇതിനുള്ളിലാക്കി കൊടുത്തിരിക്കുകയാണ്. ഇത് 2 മോളിക്യൂൾ ക്രോമൈൽ ക്ലോറൈഡ് ഉപയോഗിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കുക. ദ റിയാക്ഷൻ ഈസ് കോൾഡ് ഈറ്റർ റിയാക്ഷൻ ആൻഡ് ഈസ് യൂസ്ഡ് ടു പ്രിപ്പയർ ആൽഡിഹൈഡ്, ബെൻസാൽഡിഹൈഡ്. Now moving to next. Match list 1 with list 2. 2SO2 plus O2 gives 2SO3. ഇത് ശരിക്ക് ആസിഡ് റെയിൻ്റെ പാർട്ടാണ്. ട്രോപ്പോസ്ഫെറിക് പൊല്യൂഷന് കാരണമാകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒന്നിൽ ഞാൻ അവിടെ നിൽക്കട്ടെ. HOCl gives OH free radical plus Cl. ഇതെന്തായാലും ഓസോൺ ഡിപ്ലീഷനാണ്. നമ്മൾ ഓസോൺ ഡിപ്ലീഷൻ ഓവർ അന്റാർട്ടിക്ക പറഞ്ഞതിൽ കാര്യമായിട്ട് പങ്കെടുത്തത് ഈ ടൈപ്പ് ഓഫ് ക്ലീവേജ് ആണ്. കാൽഷ്യം കാർബണേറ്റ് സൾഫ്യൂരിക് ആസിഡുമായിട്ട് ബന്ധപ്പെട്ട് കാൽഷ്യം സൾഫേറ്റ് ആകുന്ന താജ്മഹൽ കേടെടുത്ത റിയാക്ഷൻ അല്ലേ? ദിസ് ഇസ് ഡ്യൂ ടു ആസിഡ്. അപ്പോൾ ഒരു കാര്യം B3C1 ഇവിടെ ഉണ്ട്, C4 ആണ്. B3 ഇവിടെ ഉണ്ട്, C1. സോ ഇത് രണ്ടും ശരിയായി. ഈ ഓപ്ഷൻ തന്നെ ഉള്ളൂ. അതിൽ D നോക്കൂ, D 2 ആയിരിക്കും. D എന്ന് പറയുന്നത് സ്മോഗാണ്. ഇത് ഫോട്ടോ കെമിക്കൽ സ്മോഗാണ് അല്ലേ? ഫോട്ടോ കെമിക്കൽ സ്മോഗാണ്. ഇത് വേണമെങ്കിൽ നമുക്കൊരു അർത്ഥത്തിൽ വേണമെങ്കിൽ ക്ലാസിക്കൽ സ്മോഗ് എന്ന് പറയാം. അപ്പോൾ A 2 ആവാൻ ചാൻസ് ഉണ്ട്, D 2 ആവാൻ ചാൻസ് ഉണ്ട് കണ്ട. അപ്പോൾ അതാണ് വിഷയം വരുന്നത്. അതോടൊപ്പം ഇതും തന്നെ ഇതൊക്കെ ട്രോപ്പോസ്ഫെറിക് പൊല്യൂഷൻ തന്നെയാണ്. ഇതൊക്കെ ഈ ട്രോപ്പോസ്ഫെറിക് പൊല്യൂഷനിലേക്ക് ഇവരെല്ലാം കണക്ട് ചെയ്യാൻ പറ്റും ആക്ച്വലി. അപ്പോൾ ഞാൻ അതാ പറഞ്ഞത്, നമുക്ക് മോസ്റ്റ് റെലവൻ്റ് ആയിട്ടുള്ള ആൾക്കാരെ അതിലേക്ക് വെച്ചിട്ട് ബാക്കിയുള്ള കണക്ട് ചെയ്താൽ മതി. ആസ് പെർ ദ ഇക്വേഷൻ A is 4 is given. A ട്രോപ്പോസ്ഫെറിക് പൊല്യൂഷനാണ്, റൈറ്റ് ആണ്. D is given as 2 സ്മോഗാണ്. അപ്പോൾ ഇങ്ങനെ പറഞ്ഞാൽ അത് ശരിയാണ്. ഞാൻ പറഞ്ഞല്ലോ, കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. മൂവിങ് ഓൺ. Match the list 1 with the list 2 again. Very interesting and simple question. We are very familiar with this reaction, that is Gattermann-Koch reaction. Direct ആണ്. ഇനി D നോക്കിയാൽ മതി കണ്ട. Helmholtz had Zelinsky or H-Weiser reaction. A2D1 A2 തുടങ്ങുന്ന ഒന്നേ ഉള്ളൂ. Why do worry? A2D1 വേറെ ഒന്നും നോക്കേണ്ടതില്ല. നമുക്കറിയാം ഇതേതാണ്. ഇത് ഹാലോഫോം റിയാക്ഷൻ ആണ്. ഇത് esterification reaction ആണ്. Where is that option? Esterification. Now next question. Match list 1. ഇപ്പോൾ ഈ എക്സാമിന് ശ്രദ്ധിച്ചൊരു കാര്യം, മാച്ച് ദ ഫോളോയിങ്ങിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ. രണ്ടാമത് സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻ. ഇപ്പോൾ നിങ്ങൾ ബയോളജിയിലാണെങ്കിലും അസേർഷൻ റീസൺ എന്നുള്ള രീതിയിൽ കൊടുത്തിരിക്കുകയാണ്. ഇവിടെ സ്റ്റേറ്റ്മെൻറ്റ് 1 സ്റ്റേറ്റ്മെൻറ്റ് 2 എന്നുള്ള രീതിയിൽ മറ്റൊരു രീതിയിൽ അസേർഷൻ റീസൺ തന്നെയാണ്. സോ നെക്സ്റ്റ് എക്സാമിന് തയ്യാറെടുക്കുന്ന കുട്ടികൾ ഈ ഒരു സംഭവം മനസ്സിൽ വെച്ചാൽ നല്ലതാണ്.
Match the list 1 with the list 2 again. Yeah, magnetic moment വെച്ചിട്ടാണ് question വന്നിട്ടുള്ളത്. As you know that number of unpaired electron increases, magnetic moment increases. Actually magnetic moment കാണാനുള്ള equation ഒക്കെ root of n into n plus 2 അല്ലേ, that is spin only formula. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. If we have 2 unpaired electron, then magnetic moment will be 2.9. 4 ആണോ number of unpaired electron എങ്കിൽ 4.9. 5 unpaired electron ഉണ്ടെങ്കിൽ 5.9 ആയിരിക്കും magnetic moment. ഇത് ഡി ബ്ലോക്കിൽ നിന്ന് പഠിക്കുന്നതാണെങ്കിലും കോർഡിനേഷനിലേക്ക് എത്തുമ്പോൾ അവിടെ ലിഗാൻഡിൻ്റെ ഇൻഫ്ലുവൻസും കൂടി വെച്ചിട്ട് വേണം നോക്കാം. നമുക്കറിയാം CN എന്ന് പറയുന്നത് ഒരു സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ് ആയതുകൊണ്ട് അയണിൻ്റെ ഇലക്ട്രോണിനെ പെയർ ചെയ്യും. അപ്പോൾ ഇത് Fe3- ഉള്ളതുകൊണ്ട് Fe3+ ആണ് ഇവിടെ. Feയുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ഇവിടെ +6 ആണ്, അല്ല +3 ആണ്. എങ്കിൽ 4s2 3d6 എന്നുള്ളത് 4s0 3d5 എന്ന് പറയാം. 3d5 എന്ന് പറയാം. ഇപ്പോൾ 3d5 എന്ന് പറയുമ്പോൾ നമുക്ക് നോക്കാം, അത് ഇങ്ങനെ 5 ഇലക്ട്രോണ് 1 2 3 4 5 ഇലക്ട്രോണിലും CN കൂടെ ഉണ്ടായതുകൊണ്ട് അത് പെയർ ചെയ്തിട്ട് ഇങ്ങനെ നിൽക്കുക. ഓൺലി 1 ഇലക്ട്രോൺ വിൽ ബി ഫ്രീ ദർ. സോ മാഗ്നറ്റിക് മൊമെൻറ്റ് വിൽ ബി 1 point something. അപ്പോൾ ഈ A 4ലേക്കാണ് കണക്റ്റ് ആകുന്നത്. നൗ സെക്കൻഡ് വൺ Fe2O 6 times 3+. ഇത് ഞാൻ സെക്കൻഡ് വൺ ചെയ്ത് ഞാൻ ഫോർത്ത് വൺ ചെയ്യാൻ പോവാണ്. ഫോർത്ത് വൺ അതും സെയിം ആയിട്ട് വരുന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ സെക്കൻഡിലേക്ക് നോക്കിയാൽ മതി. എഗൈൻ ഇവിടെ Fe2+ ആണ്. വാട്ടർ എന്താണ് ന്യൂട്രൽ ആയതുകൊണ്ട് തന്നെ Fe2+ ആണ്. ആൻഡ് മോർ ഓവർ വാട്ടർ സാധാരണ രീതിയിൽ വീക്ക് ഫീൽഡ് ലിഗാൻഡാണ്, പെയറിങ് ചെയ്യില്ല. Fe2+ എന്ന് പറയുമ്പോൾ ഇവിടെ 4s, Fe2+ എന്ന് പറയുമ്പോൾ 4s0 3d6 ആണ് വരിക. 4s0 3d6 വിത്തൗട്ട് പെയറിങ് അല്ലേ. സോ 1 2 3 4 5 ഇപ്പോൾ 1 2 3 4 5 ഒരെണ്ണം മാത്രം പെയർ ചെയ്യും. 4 അൺപെയർഡ് ഇലക്ട്രോൺ ഉണ്ടാവും. സോ 4 point something must be the ആൻസർ. സോ ഇത് രണ്ടിലാണ് വരാം. അപ്പോൾ ഡി നോക്കൂ, A4D3 അടാ A4D3 കിട്ടിയിട്ടുണ്ടല്ലോ. ഇനി A4D3 അതും D3 ആണ്. ശ്രദ്ധിക്കുക, ഇവിടെ ഇതാണ് ഞാൻ പറഞ്ഞത് കേട്ടോ, നോക്കിക്കോ, നല്ല നോക്കിക്കോ. ഇവിടെ A4 ആണ്, A4 ആണ്, D3 ആണ്, D3 ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഉള്ളത്തെ ആൻസർ നോക്കുക. ആയിക്കോട്ടെ, അപ്പോൾ ഞാൻ ഇത് നോക്കാൻ പോവാണ്. രണ്ടാമത് ബി സെയിം ആയിട്ട് വന്നിട്ടുണ്ടാവില്ല എന്തായാലും. ബി ഇവിടെയും Fe3+ ആണ്. Fe3+ എന്ന് പറയുമ്പോൾ ഇവിടെ 5 ഇലക്ട്രോൺ, 6 5 ആവുമല്ലോ. അപ്പോൾ 5 അൺപെയ്ഡ് ആയിരിക്കും ഉണ്ടാവുക. മാക്സിമം നമ്പർ ഓഫ് അൺപെയ്ഡ് ഇലക്ട്രോൺ ഉണ്ട്. സോ 5.5 ആണ് അൺപെയ്ഡ് ഇലക്ട്രോൺ എങ്കിൽ 5.9, 4 ആണ് അൺപെയ്ഡ് ഇലക്ട്രോൺ എങ്കിൽ 4.9, 3 ആണ് അൺപെയ്ഡ് ഇലക്ട്രോൺ എങ്കിൽ 3.9 അറൗണ്ട്, 1 ആണ് അൺപെയ്ഡ് എങ്കിൽ 1.9 അടുത്ത്, ദാറ്റ് ഈസ് 1.73. ഓക്കെ, സോ ഇവിടെ എത്തിയത് നമ്മൾ ഇങ്ങോട്ടാണ്. അപ്പോൾ നോക്കിക്കോ, B1 A4B1. അപ്പോൾ ഇതാണ് ആൻസർ. ഫോർത്ത് വൺ ആണ് റൈറ്റ് ആൻസർ. റൈറ്റ്, ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ഓൾ ദീസ്. മൂവിങ് the reagent are in the given sequence of chemical reaction is. This is tribromoaniline reaction, that is diazotasis നടത്തി കഴിയുമ്പോൾ ഡയസോണിയം സോൾട്ട് ഉണ്ടാകുന്നു. ഡയസോണിയം സോൾട്ട് ഒന്ന് റിമൂവ് ചെയ്യാൻ എന്താണ് കണ്ട, ഈ ഡയസോട്ടൈസ്ഡ് ദാറ്റ് ഈസ് ഡയസോണിയം ക്ലോറൈഡിൻ്റെ ആ പാർട്ട് അവിടെ നിന്ന് റിമൂവ് ചെയ്തിട്ട് അവിടെ ഹൈഡ്രജൻ മാത്രം നിലനിൽക്കുന്നു, അല്ലെങ്കിൽ ആ പാർട്ട് റിമൂവ് ആയി പോകുന്നു. വാട്ടർ ആഡ് ചെയ്താൽ ആ പാർട്ട് ആൽക്കഹോൾ ആവുള്ളൂ. എത്തനോൾ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ കണ്ട ഫോസ്ഫീനിക് ആസിഡ് ആഡ് ചെയ്യാം അല്ലേ, ഹൈപ്പോഫോസ്ഫോറസ് ആസിഡ് ആഡ് ചെയ്യാം, അപ്പോഴും നമുക്കിത് കിട്ടും. സോ സെക്കൻഡ് വൺ ഈസ് ദ റൈറ്റ് ഓപ്ഷൻ. NCERT ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ടെക്സ്റ്റിൽ തന്നെ സോൾവ് ചെയ്ത ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. നൗ ദ പ്രോഡക്റ്റ് ഫോംഡ് ഇൻ ദ ഫോളോയിങ് കെമിക്കൽ റിയാക്ഷൻ ഈസ്. സോഡിയം ബോറോഹൈഡ്രേറ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, വീക്ക് ആയിട്ടുള്ള റെഡ്യൂസിങ് ഏജൻ്റ് ആണ്. കീറ്റോണിനെയും ആൽഡിഹൈഡിനൊക്കെ റെഡ്യൂസ് ചെയ്യാൻ പറ്റും, പക്ഷേ എസ്റ്ററിനെയും ആസിഡിനെയൊന്നും റെഡ്യൂസ് ചെയ്യാൻ പറ്റില്ല പുള്ളിക്ക്. സോ എസ്റ്റർ കേട് കൂടാതെ ഈ കീറ്റോൺ സെക്കൻഡറി ആൽക്കഹോൾ ആയിട്ട് മാറണം. റിഡക്ഷൻ ഓഫ് ആൽഡിഹൈഡ് ഗീവ്സ് പ്രൈമറി ആൽക്കഹോൾ, കീറ്റോൺ ഗീവ്സ് സെക്കൻഡറി ആൽക്കഹോൾ. അപ്പോൾ ഇത് സെക്കൻഡറി ആൽക്കഹോൾ ആവുകയും ഇതിന് കേടില്ലാതെ നിൽക്കണം. ഇൻ ദ ഫസ്റ്റ് എക്സാമ്പിൾ സെക്കൻഡറി ആയിട്ട് മാറിയിട്ടുണ്ട്, ബട്ട് ഇറ്റ് ഹാസ് ചേഞ്ച്ഡ്. സോ ദിസ് ഇസ് നോട്ട് ദ റൈറ്റ് ആൻസർ. ഇവിടെ കീറ്റോൺ മാറിയിട്ടില്ല, ഇവിടെ കീറ്റോൺ മാറിയിട്ടുണ്ട്, ഇവിടെയും മാറിയിട്ടുണ്ട്. സോ ദിസ് ഇസ് ഓൾസോ നോട്ട് ആൻസർ. ഫോർത്ത് വൺ ഈസ് റൈറ്റ് ഓപ്ഷൻ, കാരണം എസ്റ്റർ കേടില്ല, കീറ്റോൺ ആൽക്കഹോൾ ആയിട്ടുണ്ട്. സോ ദാറ്റ്സ് ഓൾ. ഇൻസ്റ്റെഡ് ഓഫ് ദിസ് വൺ നമ്മൾ ഉപയോഗിച്ചത് സോഡിയം ബോറോഹൈഡ്രേറ്റിന് പകരം ലിത്തിയം അലൂമിനിയം ഹൈഡ്രേറ്റ് ആണെങ്കിൽ ഇവിടെ മുറിഞ്ഞിട്ട് ഇതും അതും സെപ്പറേറ്റ് ആൽക്കഹോൾ ആയിട്ടുണ്ടാവും. അതിൻ്റെ ആൻസർ ഇവിടെ കൊടുത്തിട്ടുമില്ല. ആണെങ്കിൽ CH3 CH2 വായിച്ചത് പറയാമായിരുന്നു. അപ്പോൾ ഇവിടെയും മാറണം. കണ്ട, ഇത് സോഡിയം ബോറോഹൈഡ്രേറ്റ് ആയ ആൻസറാണ് കൊടുത്തിട്ടുള്ളത്. ലിത്തിയം അലൂമിനിയം ഹൈഡ്രേറ്റ് ആയിരുന്നുവെങ്കിൽ എന്തായേനെ നോക്കിക്കോളൂ. ആ പാർട്ട് ആൽക്കഹോളായിട്ട് അങ്ങനെ നിൽക്കും. ഇത് CH3, ദിസ് വിൽ ബി ഒബ്റ്റൈൻഡ് ആസ് CH3 CH2COH CH2OH പ്ലസ് എന്തായിട്ട് മാറും, CH3OH ആയിട്ട് മാറും. ഓക്കെ, ദാറ്റ്സ് ഓൾ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ്, ഫ്രം ദ ഫോളോയിങ് പെയർസ് ഓഫ് അയോൺസ് വിച്ച് വൺ വാസ് നോട്ട് ആസ് ഐസോ ഇലക്ട്രോണിക്. ഇതിനകത്ത് 10 ഇലക്ട്രോണാണ്, ഇതിനകത്ത് 10 ഇലക്ട്രോണാണ്, ശരിയാണ്. Na+Mg2+, ശരിയാണ്.
Mn2 plus Fe3 plus ശരിയാണ്. Fe2 plus Mn2 plus. രണ്ട് മെറ്റൽ അയോണുകൾ ഒരേ ചാർജിൽ നിൽക്കുന്നുണ്ടെങ്കിൽ എങ്ങനെ നമ്പർ ഓഫ് ഇലക്ട്രോൺ സെയിം ആവുക? ഒരിക്കലും ഇല്ലല്ലോ. സോ ശരിയാണെന്നുള്ളതല്ലല്ലോ ആൻസർ അല്ലേ? ഇതാണ് ശരിയായ ആൻസർ. ഫോർത്ത് വൺ. The molar conductivity of 0.007 molar acetic acid is 20 Siemens centimeter square mole inverse. And what is the dissociation constant of acetic acid? Choose the correct option. As you know, Ka has been asked as Ka equals C alpha square. So alpha is not given. കുറച്ചെങ്കിലും നല്ലത് എന്ന് പറയാൻ പറ്റിയ ക്വസ്റ്റ്യൻ ഇത് മാത്രമേ ഉള്ളൂ ഇതിൽ. ആൽഫ ഈസ് ഈക്വൽ ടു എന്താണ്? ലാംഡ ബൈ ലാംഡ 0 എന്ന് പറയാം അല്ലേ? ഓക്കെ. മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് അറ്റ് ഇൻഫിനൈറ്റ് അലുമിനിയം മോളാർ ഇത് തന്നിട്ടുണ്ട് അല്ലേ? ലാംഡ 0 തന്നിട്ടുണ്ട്. എത്ര സം ചെയ്താൽ പോരെ? ലാംഡ 0 ഈസ് ഗിവൺ ഈക്വൽസ് ഇത് തമ്മിൽ സം ചെയ്ത് കഴിഞ്ഞാൽ 400 കിട്ടും. സോ 400 ലാംഡ എത്ര തന്നിട്ടുണ്ട്? 20 തന്നിട്ടുണ്ട്. സോ 20 by 400 that is 1 by 20 that is 0.05 തന്നിട്ടുണ്ട്. ആൽഫ തന്നിട്ടുണ്ട്. ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തോളൂ. Ka ഈക്വൽസ് സി എത്രയാണ്? 0.007 ഇൻറ്റു ആൽഫ. ഞാനൊരു കാര്യം ചെയ്യട്ടെ, 5 × 10⁻² എന്ന് എഴുതി അല്ലേ? ഇതിനെ ഞാനൊരു കാര്യം ചെയ്യണം, 7 × 10⁻³ എന്ന് എഴുതി ഇൻറ്റു 5ൻ്റെ സ്ക്വയർ 25. ഇതിൻ്റെ സ്ക്വയർ എടുക്കണ്ടേ? സി ആൽഫ സ്ക്വയർ അല്ലേ? 10⁻²ൻ്റെ 10⁻4 ആകും. ഈ മൈനസും മൈനസും ചേർന്ന 10⁻7 ആയി. 7 × 25 എത്രയാ? 4 100 7 175. 175 × 10⁻7 ഉണ്ടോ ആൻസർ? ഇല്ല. 175 × 10⁻, ഞാൻ 1.7 in 5 × 10⁻5 കാണണം. അങ്ങനെയാണെങ്കിൽ 1.75 × 10⁻5. This is the right option. Why? Just a mathematical rearrangement. Okay, moving to next question. Choose the correct option for the total pressure in a mixture of 4 gram oxygen and 2 gram hydrogen confined in a total volume of 1 liter at 0 degrees Celsius. ഇതൊക്കെ നമുക്ക് വളരെ സിമ്പിളായിട്ട് വാല്യൂ ഒക്കെ തന്നിരിക്കുകയാണ്. നമുക്ക് കാണാൻ പറഞ്ഞിട്ടുള്ളത് പ്രഷർ അല്ലേ? പ്രഷർ PT ഈക്വൽസ് PV ഈക്വൽസ് NRT അല്ലേ? PV ഈക്വൽസ് NRT ആണ്. അതുകൊണ്ട് P total ഈക്വൽസ് PO2 പ്ലസ് P ഹൈഡ്രജൻ ആണ്. അപ്പോൾ നമുക്ക് ശരിക്കും പറയുകയാണെങ്കിൽ PO2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ NO2 RT ബൈ V ആസ് ഫ്രം PV ഈക്വൽസ് NRTയിൽ P ഈക്വൽസ് NRT ബൈ V എന്ന് എഴുതാമല്ലോ. അപ്പോൾ RTയും Vയും കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് N മാത്രം വാരി ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ഇങ്ങനെ തന്നെ എഴുതിയാൽ മതി. P total ഈക്വൽസ് NO2 പ്ലസ് NH2 RT ബൈ V എന്ന് എഴുതിയാൽ മതി. എത്രയാണ്? NO2 എന്ന് പറയുന്നത് 4/32 പ്ലസ് 2/2 ദാറ്റ് ഈസ് 1. അപ്പോൾ എന്താ കിട്ടുക? 4/32 എന്ന് പറയുമ്പോൾ 1/8 അല്ലേ കിട്ടുക? 1/8 അങ്ങനെ 1/8 തന്നെ 0.025 0.125. സോ 0.125 പ്ലസ് 1.125 ആണ് ഇത് കിട്ടുക. ഇൻറ്റു RT ബൈ V വോളിയം എന്നുള്ളത് 1 ലിറ്റർ ആണ്. നിങ്ങൾക്കറിയാലോ ഇത് 0.0821 ഇൻറ്റു ടെമ്പറേച്ചർ 273 ആണ്. എന്ന് പറഞ്ഞാൽ STP കണ്ടീഷനാണിത്. അപ്പോൾ ഇതിൻ്റെ വാല്യൂ ഡിവൈഡ് ബൈ 1 ആണെങ്കിൽ ഈ വാല്യൂ കിട്ടുക 22.4 ആണ്. സോ 1.125 ഇൻറ്റു 22.4 എന്ന് എഴുതാം. സോ ദ സോൾവിങ് ദിസ് യു വിൽ ഗെറ്റ് 25.18 ആസ് ദ റൈറ്റ് ഓപ്ഷൻ. 25.18 റൈറ്റ് ഓപ്ഷൻ ആയിട്ട് കിട്ടും കേട്ടോ മക്കളെ. ചെയ്ത് നോക്കിയാൽ മതി. Now moving, the correct option for the value of vapor pressure of a solution at 45 degrees Celsius with the benzene to octane in molar ratio 3:2. Well, we have a solution containing what? We have a solution containing benzene and octane. ഇതിനകത്ത് ബെൻസീനും ഉണ്ട് ഒക്ടേനും ഉണ്ട്. ഓക്കെ, ഇനി എന്താണ്? അതിലുള്ള ബെൻസീൻ്റെ മോള് 3 ആണെങ്കിൽ ഇതിൻ്റെത് 2 ആണ്. റേഷ്യോ ഒന്നുണ്ടല്ലോ. എങ്കിൽ വാട്ട് കറക്റ്റ് ഓപ്ഷൻ ഫോർ ദ വാല്യൂ ഓഫ് വേപ്പർ പ്രഷർ? ഇതിൻ്റെ ഇവിടുത്തെ പ്രഷർ എത്രയാണ്? P ഓഫ് സൊല്യൂഷൻ എത്രയാണെന്ന് എവ്രിബഡി നോ ദാറ്റ് ആസ് പെർ റോൾസ് ലോ. P0A പ്ലസ് P0B.
What is P0A? P0A is given here. Benzene ആണെങ്കിൽ 280. So I can write it as 280 into Chi എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബെൻസീൻ്റെ മോളാണ്. ദാറ്റ് ഈസ് 3/3+2. നോക്കൂ, കൈ എന്ന് പറഞ്ഞാൽ മോൾ ഫ്രാക്ഷൻ ആണ്. മോൾ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് ഒരാൾ ഡിവൈഡ് ബൈ നമ്പർ ഓഫ് മോൾസ് ഓഫ് എല്ലാവരും അല്ലേ. സോ കൈ എ ആണെങ്കിൽ ഇങ്ങനെ. സോ കൈ എ എന്ന് പറഞ്ഞാൽ ബെൻസീൻ ആണ്. സോ 3/3+2 ദാറ്റ് ഈസ് 5 പ്ലസ് P0B എത്രയാണ്? 420. വാവ്, 420 ഇൻറ്റു കൈ ബി എത്രയായിരിക്കും? അപ്പോൾ 2/5 ആയിരിക്കും. റൈറ്റ്, 280. This will be 0.6 അല്ലേ. 280 into 0.6 plus 420 into 20/0.4 അല്ലേ വരിക? അതാണ് വരിക. ഇതിപ്പോൾ എത്ര കഴിഞ്ഞാൽ 28 into 6 ഇതാ പോലെ 28 into 6 plus 42 into 4 എത്രയത്? ഐ തിങ്ക് 648. യെസ്, 168. 4 8 16. ഇത് രണ്ടും ഒന്ന് തന്നെയാണല്ലോ. 7 16 336. റൈറ്റ് ഓപ്ഷൻ ഈസ് തേർഡ് വൺ. കിട്ടിയോ നിങ്ങൾക്ക്? ഡയറക്റ്റ് ആയിരുന്നില്ലേ? കിട്ടുന്നതല്ലേ? ബോർഡ് എക്സാം ടൈപ്പ് അല്ലേ? എന്തെളുപ്പാണല്ലേ. Now the 97th question. For irreversible expansion of an ideal gas under isothermal condition, the correct option is isothermal എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഡെൽറ്റ യു 0 ആണെന്ന് പറയാം. സോ ഇതും ഉത്തരം വരില്ല. 1 or 3 ആണ് ഉത്തരം വരിക. ഇനി എക്സ്പാൻഷൻ ആയതുകൊണ്ട് ഡെഫിനറ്റ്ലി there will be some entropy change. Therefore delta is total not equal to 0. This is delta S total not equal to 0. Therefore third one is the right option. Okay, next, which of the following molecule in non-polar nature? POCl3 polar ആണ് അല്ലേ. ഫോസ്ഫോറിൽ ക്ലോറൈഡ് പോളാർ ആണ്. CH2 എന്ന ഫോർമാൽഡിഹൈഡ് ആണ്, ഡെഫിനറ്റ്ലി പോളാർ ആണ്. SbCl5 ട്രയാഗണൽ പിരമിഡൽ, ദാറ്റ് ഈസ് ഇവിടെ SB T കണ്ട Cl 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 ഇതിവിടെ ക്യാൻസലായി, ഇതിങ്ങനെയും ക്യാൻസലായി. സോ ദിസ് ഇസ് ദ റൈറ്റ് ഓപ്ഷൻ, നോൺ പോളാർ. ബാക്കിയൊക്കെ പോളാറാണ്. In which one of the following arrangements the given sequence is not strictly according to the properties indicated against it? എന്താ മനസ്സിലായത്? കുറേ പ്രോപ്പർട്ടി തന്നിട്ടുണ്ട്, എന്നിട്ട് ഓർഡർ തന്നിട്ടുണ്ട്. ഏതാണ് ശരിയല്ലാതെ കൊടുത്തിരിക്കുന്നത് എന്നാണ്. റൈറ്റ്, ഡൗൺ ദ ഗ്രൂപ്പ് അസിഡിറ്റി ഇൻക്രീസസ്, ശരിയാണ്. ഡൗൺ ദ ഗ്രൂപ്പ് അഗെയിൻ അസിഡിറ്റി ഇൻക്രീസസ്, pKa ഇൻക്രീസസ് അല്ല. ഡൗൺ ദ ഗ്രൂപ്പ് Ka ഇൻക്രീസസ്, pKa ഡിക്രീസസ്. സോ ദിസ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് റോങ്. സോ ദാറ്റ് ഈസ് ദ റൈറ്റ് ആൻസർ. ഡൗൺ ദ ഗ്രൂപ്പ് അസിഡിറ്റി കൂടും, അസിഡിറ്റി കൂടാൻ തന്നെ Ka കൂടും. Ka കൂടുമ്പോൾ pKa കുറയില്ലേ? എന്താ pKa? നെഗറ്റീവ് ലോഗരിതം ഓഫ് K ആണ്, മൈനസ് ലോഗ് K ആണ് pKa. അപ്പോൾ തിരിച്ചാണ് വരിക. ഡൗൺ ദ ഗ്രൂപ്പ് pKa ഇൻക്രീസസ് അല്ല, pKa ഡിക്രീസസ് ആണ്. സോ ദിസ് ഇസ് ദ റോങ് ആൻസർ, ഐ മീൻ റോങ് സ്റ്റേറ്റ്മെൻറ്റ്. അതുകൊണ്ട് അതാണ് റൈറ്റ് ആൻസർ. ഡൗൺ ദ ഗ്രൂപ്പ് അഗെയിൻ ഇൻക്രീസിങ് ആസിഡ് സ്ട്രെങ്ത്, ശരിയാണ്. ഡൗൺ ദ ഗ്രൂപ്പ് ഹൈഡ്രേറ്റ്സിൻ്റെ ആസിഡ് സ്ട്രെങ്ത് കൂടുമല്ലോ. ആൻഡ് ലാസ്റ്റ് ഓപ്ഷൻ ഇസ് ഇൻക്രീസിങ് ഓക്സിഡൈസിങ് പവർ. യാ, PbO2 ഡൗൺ. സി PbO2 +4 ഓക്സിജൻ സ്റ്റേറ്റിലാണ് സ്റ്റേബിൾ അല്ലേ. അപ്പോൾ അതുകൊണ്ട് ദാറ്റ് വിൽ ട്രൈ ടു ബിക്കം Pb2+ ബൈ എന്താ പറയുക, ഓക്സിഡൈസിങ് സം അതേഴ്സ്. അതുകൊണ്ട് സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജൻ്റ് ആണ്. സോ ആ ഓർഡർ കറക്റ്റ് ആയിരുന്നു. ആൻഡ് ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഓഫ് ദിസ് NEET 2021 examination, the slope of Arrhenius plot log K versus 1/T of first order reaction is -5 × 10⁻³ Kelvin. ഈ മൈനസ് ഉദ്ദേശിക്കുന്നത് നെഗറ്റീവ് സ്ലോപ്പ് ആയതുകൊണ്ടാണ്, അല്ലാതെ അതിൽ വലിയ ആനക്കാരില്ല. ദ വാല്യൂ ഓഫ് EA ഓഫ് ദ റിയാക്ഷൻ ഈസ്, ചൂസ് ദ കറക്റ്റ് ഓപ്ഷൻ ഓഫ് യുവർ ആൻസർ. ആയിക്കോട്ടെ, കുഴപ്പമില്ല. See, what is the Arrhenius equation? Arrhenius equation equals K equals A e raised to minus EA by RT. Taking log, I can write log K equals log A minus EA by RT, or Y equals C plus MX. അല്ലേ, ഞാൻ Y equals C plus MX എന്ന് പറയുമ്പോൾ C എന്ന് പറയുന്നത് ഇതാണ്, MXൽ X എന്ന് പറയുന്നത് 1/T ആണ്. സോ M ആണ് സ്ലോപ്പ്. ഈ സ്ലോപ്പിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് EA/R ആണ്. സോ നത്തിങ് ബട്ട് സ്ലോപ്പ് ഈക്വൽസ് EA/R ആണ്. ഈക്വൽസ് എത്ര തന്നിട്ടുണ്ട്? 5 × 10⁻³ എന്ന് തന്നിട്ടുണ്ട്. എങ്കിൽ കാണാൻ ചോദിച്ചിട്ടുള്ളത് E ആണ്. ഇത് ഏത് പൊട്ടന് ചെയ്യൂടെ? EA ഈക്വൽസ് R × 5 × 10⁻³. വാട്ട് ഈസ് R? ആറിൻ്റെ വാല്യൂ ഇതൊക്കെ എന്തൊരു കഷ്ടമാണ്. ഇത്രയൊന്നും സിമ്പിളാക്കാൻ പാടില്ലായിരുന്നു എന്നൊരു അഭിപ്രായം ഉണ്ട് എനിക്ക്. 5 × 10⁻³. സോ ദ ആൻസർ ക്ലോസ് ടു ഇത് 8 5 8 40 40 ഒരു റേഞ്ചിൽ ഉത്തരം വരണം. ഫസ്റ്റ് തന്നെ എടുക്കുന്നത്. ഇനി എന്താ ചിന്തിക്കാനുള്ളത്? ഒന്നും ആലോചിക്കാനില്ല, ഡയറക്റ്റ് ആൻസറാണ് അല്ലേ.
8.314. ഇതിപ്പോൾ ജൂളിലായതുകൊണ്ടാണ് 10⁻³ വന്ന് കിലോ ജൂളിലേക്ക് വരുമ്പോൾ അയാളും പോയി. സോ 41.5 കിലോ ജൂൾ പെർ മോൾ. ആൻഡ് ദാറ്റ് ഈസ് ദ റൈറ്റ് ആൻസർ ആൻഡ് ദാറ്റ് ഈസ് ദ എൻഡ് ഓഫ് ദിസ് ക്വസ്റ്റ്യൻ. സോ മക്കളെ, that was a nice questions from 2021 NEET Chemistry questions. ഒരു കൺഫ്യൂഷൻ ഒന്നും ഇല്ലാത്ത രീതിയിൽ തന്നെ ആയിരുന്നു. അതിൽ കുറച്ചെങ്കിലും ഒരു പ്രശ്നം തോന്നിയത് ബെർലിയം ക്ലോറൈഡ് ഒരു ആൽക്കലൈൻ എർത്ത് മെറ്റൽ അല്ല എന്ന് NCERT പറഞ്ഞതുകൊണ്ടൊരു പ്രശ്നം അവിടെ ഉണ്ടായിരുന്നു. പിന്നെ ആ ഒരു വാല്യൂ വെരി ക്ലോസ് ആയിട്ടുള്ള റീഡിങ് കൊടുത്തു. സ്ട്രക്ചർ ഓഫ് ആറ്റത്തിൽ നമ്മൾ ആ ലാംഡ കണ്ട ക്വസ്റ്റ്യന്, വേറെ എല്ലാ ക്വസ്റ്റ്യനും ഡയറക്റ്റ് ആയിരുന്നു. അപ്പോൾ ഒക്കെ നിങ്ങൾ കണ്ടുവല്ലോ. ഞാൻ ആൻസർ ചെയ്തപ്പോൾ ടിക്കിട്ടത് മാറിയിട്ടൊന്നും ഇല്ല എന്ന് വിചാരിക്കുന്നു. ഐ മീൻ എക്സ്പ്ലനേഷനിലൂടെ നിങ്ങൾക്കെല്ലാം കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. സോ ഈ വർഷം നീറ്റ് എഴുതാൻ ഉദ്ദേശിക്കുന്ന കുട്ടികൾ, ഐ മീൻ 2022 നീറ്റ് എഴുതാൻ ഉദ്ദേശിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ വേഗം ജോയിൻ ചെയ്യുക. നിങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിലും അതല്ലെങ്കിൽ നമ്മുടെ ഇതുമായി ബന്ധപ്പെട്ട് ലിങ്കൊക്കെ കൊടുത്തിട്ടുണ്ടാകും നിങ്ങൾക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടുമായി കോൺടാക്ട് ചെയ്യാനുള്ളത്. സോ മക്കളെ, നമ്മുടെ സിസ്റ്റം വളരെ വ്യത്യസ്തമായിട്ടുള്ളതാണ്. നിങ്ങൾക്ക് അറിയാത്തവർക്ക് വേണ്ടി പറയട്ടെ, നമ്മൾ ഡെയിലി അസസ്മെൻറ്റ് ടെസ്റ്റ് എന്ന വളരെ എന്താ പറയുക ഒരു യുണീക്കായിട്ടുള്ളൊരു പ്രോസസ്സ് നമ്മൾ ചെയ്യുന്നുണ്ട്. ഓരോ ദിവസവും ക്ലാസ് എടുത്തതിൻ്റെ ആസ്പദമാക്കിയിട്ട് എല്ലാ ദിവസവും തുടക്കത്തിൽ ഒരു 25 to 30 ക്വസ്റ്റ്യൻ്റെ അനാലിസിസ് നടത്തും, എല്ലാ ദിവസവും നടത്തും. അതൊക്കെ ഭയങ്കരമായ ഇമ്പാക്റ്റാണ് കുട്ടികൾ ഉണ്ടാക്കുന്നത്. അതോടൊപ്പം പുറത്തു വിടാൻ പറ്റാത്ത കുറേ ട്രിക്കുകൾ നമ്മൾ കുട്ടികളെ ചെയ്യിക്കുന്നുണ്ട്. സോ കം ആൻഡ് വിൻ ആൻഡ് ബി എ പാർട്ട് ഓഫ് ദ വിന്നേഴ്സ്. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ. സോ ഹാപ്പി, ഡു ദ ബെസ്റ്റ്, ഓൾ ദ ബെസ്റ്റ്.